ഓം ഗം ഗണപതേ നമഃ വിഘ്നമസ്തു. ഓം സംസരസ്വത്യേ നമഃ. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ഐം ക്ലീം സൗ ക്രീം ഭദ്രകാളിയേ നമഃ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ശ്രീമന്നാരായണായ നമഃ. വന്ദനം. ഭദ്രം കാളീ മാഹാത്മ്യമേവം ഭക്തന്മാർക്കുപകാരമാകിന വിധം ഭാർഗവക്ഷേത്രഭാഷയ്ക്കൊരു ഭൂഷണം ചേർത്തിടും വിധം നിർവിഘ്നം വിരചിക്കുവാൻ നിരൂപൻ ശ്രീ വിഘ്നരാജൻ ഭജേ. നിർബാധം വിളയാടുകൻ്റെ യകമേ നാദാത്മികാവാണിയും നിൻതൃപ്പാദ സരൂരോഹങ്ങൾ ശരണം മദ്ഗുരു ശാരദാംബേ. മാർക്കണ്ഡേയ പുരാണം മർത്യനുദാഹമകറ്റും പുളിനം ഭദ്രോൽപത്തി പ്രകരണമായി തന്മധ്യേയുള്ളൊരു വലിയതിൽ വിരിഞ്ഞു വിലസും താമര പോൽ ശ്രീ ഭദ്രകാളി മഹാത്മ്യം. ഭക്തഭ്രമരങ്ങൾ മധുനുകരും ഭാസുരമാമൊരു ചരിതം. 1-ാം അധ്യായം. ദാരികൻ്റെ വരപ്രാപ്തി. സുഖമായങ്ങു പർണശാലയിൽ മാർക്കണ്ഡേയ മഹാമുനി മരവുന്നൊരു മുഹൂർത്തത്തിൽ ശിവശർമ്മധ്വജനോദിനാൻ. അവിടന്നുപദേശം ചെയ്ത ദേവി മാഹാത്മ്യമുത്തമം. അതു കേട്ടു തെളിഞ്ഞേറ്റം മാനസം മമ മാമുനെ. അവിടന്നുപദേശം ചെയ്ത ദേവി മാഹാത്മ്യമുത്തമം. അത് കേട്ടു തെളിഞ്ഞേറ്റം മാനസം മമ മാമുനെ. ആകിലും കേൾക്കുവാൻ മോഹം ഏറിടുന്നിതുമേൽക്കുമേൽ ശ്രീപദം ശ്രീഭദ്രകാളി ദേവി മാഹാത്മ്യമുത്തമം. ഭക്തമാർക്കണ്ഡേയനും സന്തുഷ്ട ചിത്തമോടോദിനാൻ. ഇത്തരം ശ്രോതാക്കൾ കിട്ടുകയും പ്രയാസമതോർക്കടോ. എത്രയും പ്രിയമാണെനിക്കുമിതോതിടാൻ ഭക്തോത്തമ. കേട്ടുകൊള്ളുക ചരിത്രമായതു വിസ്തരിച്ചു കഥിച്ചിടാം. രുദ്രപുത്രീ മഹേശ്വരി തന്നുത്ഭവവും അതിനപ്പുറം ഭദ്രമീയുലകത്തെയാക്കുവതിനു ചെയ്തൊരു കർമ്മവും. നഗരമാം കാശ്മീരമന്നൊരു ചന്ദ്രസേന മഹീപതി നിപുണനാം നാർഭികൻ നന്നായി ശാസനം ചെയ്തു പോരവേ സൈന്യമോടും പുറപ്പെട്ടു നായാട്ടിൻ ഉത്സാഹമായി ദുഷ്ടജന്തുക്കളെ തേടി ദണ്ഡകാടവി പോകിനാൻ. മുന്നിലായി കണ്ടോരു കൂറ്റൻ ചിതൽപുറ്റിനടുത്തേറ്റം നല്ലൊരു പാറമേൽ ഭൂപൻ വിശ്രമം ചെയ്തിരിക്കവേ വൻ ചിതൽപുറ്റിനെ പറ്റി നിന്നൊരു വൻ മരത്തിന്മേൽ ഗജങ്ങൾ രണ്ടിനെയും ചങ്ങല കെട്ടിത്തളച്ചുപോൽ. കാനനെ ശീതളെ ക്ഷീണം മറന്നോരാ രാജനും തൻ മന്ത്രിമാരും ഒരുമിച്ചു ചൂതുമാടി വിനോദിച്ചാൻ. തളച്ചിട്ട ഗജങ്ങൾ വൻമരം ചുറ്റി നടന്നപ്പോൾ ചിതൽപുറ്റങ്ങുടഞ്ഞതു അവരേതുമറിഞ്ഞില്ല. എട്ടുദിക്കും പൊട്ടുമാറുള്ള അട്ടഹാസം കേട്ടു ഞെട്ടിപ്പിടഞ്ഞേറ്റം ഭയത്തോടെ നൃപൻ നോക്കും ദശാന്തരെ. കരിമ്പന കണക്കരെ കണ്ടോരു ഭീകരരൂപം. ഇടിവെട്ടും സ്വരമേറ്റം ബലിഷ്ടമാം ഭുജങ്ങളും പിടിച്ചങ്ങു ഗജങ്ങളെ ഭുജിച്ചാനശ്രമം ഭൂതം. നരന്മാരെ പിടിപ്പാനായി അടുക്കും നേരമാരാജൻ. അമാത്യർ സൈനികന്മാരും മണ്ടിനാർ പലരും പലേ വഴി പോയി വഴി തെറ്റി. ചന്ദ്രസേനൻ ഇതവിധം പിന്തിരിഞ്ഞു നോക്കി നോക്കി ഭയം പൂണ്ടു വലഞ്ഞേറ്റം ആശ്രയത്തിനലയുമ്പോൾ കണ്ടോരാശ്രമമന്തികെ. മുന്നിലായി കണ്ടു തേജസ്സിൻ പുഞ്ചമായൊരു മാമുനി. ചൊല്ലെഴുന്ന സുതീഷ്ണനായി മഹർഷി കണ്ടതു രാജനെ. രക്ഷ ചെയ്യണമെന്നു കേണുകരങ്ങൾ കൂപ്പിയ രാജനോടപ്പോഴാ മുനി ചൊല്ലിനാൽ നീ രക്ഷിതൻ നിസ്സംശയം. എന്തു നീ വിധം പേടിച്ചോടുവാനൊരു മൂലവും. ആരു നിൻ പിന്നാലെ വന്നിഹ നിലയ്ക്കുമീ ഒരു ഭൂതവും. എന്തവനൊരു വൈരവും നിന്മേലെ എന്തിനു കോപവും. ഏകിയും ഉത്തരം മുനീന്ദ്രനു ചന്ദ്രസേന മഹീപതി. വൻചിതൽ പുറ്റിങ്കൽ നിന്നും ഇറങ്ങി വന്നു ഒരു ഭൂതമേ വന്നു നിൽപ്പതിവൻ പിടിച്ചു വിഴങ്ങിയാനകൾ രണ്ടിനെ. കൊല്ലുമിന്നവനെന്നെയും ഗതി അങ്ങൊഴിഞ്ഞില്ലെങ്ങുമേ ജ്ഞാനദൃഷ്ട്യാ കണ്ടു സർവവും ആ മുനീന്ദ്രൻ ചൊല്ലിനാൻ. കാളിതൻ കിങ്കരനാകും ഭൂതമേ കരുണാനിധേ കൈകൾ കൂപ്പിത്തൊഴുന്നു ഞാൻ അറിഞ്ഞിടാതെ ഈ രാജൻ. ചെയ്തതെല്ലാം പൊറുക്കേണം പോക നീ കാളീപുരം. ആ മുനിയെ വീണു കൂപ്പി വാങ്ങിനാൻ ആ മഹാഭൂതം. ഭീതി മാറിയ ചന്ദ്രസേനനു ഭൂതി മനസ്സിലുദിച്ചുപോയി. മാമുനിയും പ്രതി നോക്കിയാകാംക്ഷാന്യുതം ചോദിച്ചതു.
ആരുകാളീയാനദീനികളായവർ സേവിപ്പവൾ എത്രയും അത്ഭുതമായിരിക്കും അവൾ ചരിത്രമതോർക്കുകിൽ. വിസ്തരിച്ചരുളേണമേ ശരണാഗത സംരക്ഷക, ജ്ഞാനഭിക്ഷ ഇവനു നൽകി അനുഗ്രഹിച്ചരുളേണമേ. മന്ദഹാസ സമന്വിതം മുനിമെല്ലെ രാജനോടോദിനാൻ, സത്യമാണതു മന്നവ അത്ഭുതാദര പൂർവകം കേട്ടുകൊള്ളുക. പുകഴ്പെരും ശ്രീഭദ്രകാളി ചരിത്രവും പാത്രമായഹമിന്നു നിന്നെ എറിഞ്ഞു കാൺക നിമിത്തമായി. പണ്ടൊരിക്കലൊരു ഗ്രാമം രണമങ്ങു ദേവഗണങ്ങളും ഘോരമാമസുരൗഖവും പൊരുതിയിടിനാർ പല നാളുകൾ. ചെന്നെതിർത്തോർക്കൊക്കെ ഹരി കൊന്നു തള്ളി സുദർശനാൽ, വംശനാശമതേകദേശമുറപ്പിലാക്കി മടങ്ങിനാൽ. അസുരകുലതരുണിമാർ 4 പേർ രക്ഷണം ഉൾപ്പൂക്കു പാതാളമാം രക്ഷാർത്ഥമായി. അതിലൊരുവൾ ദാനപതി, അപരയോ ദാരുമതി. അവരിരുവർ പതിവ്രതകൾ ചിത്തേ നിരൂപിച്ചു.